അഡ്മിഷൻ ആവശ്യമുള്ളൊരു സർജറി അല്ല. സാധാരണ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഈ ഏജിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റിക് സർജറി ചെയ്യാവുന്നതാണ്. അടുത്തുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട് കണ്ണാടി ഉപയോഗിക്കണം. പേഷ്യൻ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പതുക്കെ വീട്ടിലേക്ക് പോകാം. മറ്റൊരു സർജറി നമ്മൾ സ്ഥിരമായിട്ട് എൻക്വയറീസ് വരുന്ന ഒരു സർജറിയാണ് കണ്ണാടി മാറ്റി തരാനുള്ളൊരു ഓപ്പറേഷൻ. അതായത് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ലാസിക് സർജറി എന്ന് പറയുന്ന സർജറിയാണ്. ലാസിക് സർജറി കൂടാണ്ട് സ്മൈൽ സർജറി, അതേപോലെ തന്നെ മറ്റ് ഓപ്പറേഷൻസും നമുക്ക് കണ്ണാടി മാറ്റാനായിട്ട് സഹായിക്കും. അതിൽ ലാസിക് സർജറിയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ലാസിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് തൊട്ട് പ്ലസ് പവർ വരെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹയർ പവേഴ്സ് ആണെങ്കിലും ലോവർ പവേഴ്സ് ആണെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷേ അത് ഓരോ പേഷ്യൻറ്റിനും വ്യത്യാസമുണ്ട്. ആ പേഷ്യൻറ്റിൻ്റെ പവർ അനുസരിച്ച് വേണം നമുക്ക് തീരുമാനിക്കാൻ ലാസിക് സർജറി സേഫായിട്ട് ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് പേഷ്യൻറ്റിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടിയുള്ള എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ആയിരിക്കില്ല ട്രീറ്റ് ചെയ്യുന്നത്. കണ്ണാടിയുടെ പവറും പേഷ്യൻറ്റിൻ്റെ കോണിയം അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാറും. ബേസിക്കലി ലാസിക് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മുന്നിലുള്ള ലെയറാണ് കോണിയ. ആ കോണിയയുടെ ഷേപ്പാണ് നമ്മൾ റീഷേപ്പ് ചെയ്യുന്നത്. ആ ഷേപ്പ് നമ്മൾ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയും ഈ കണ്ണടയിലുള്ള പവർ അതിലേക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ്. കോണിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. ലൈറ്റ് ഏറ്റവും ആദ്യമായി റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നത് കോണിയലാണ്. അപ്പം മാക്സിമം പവർ കോണിയലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ കോണിയലിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും മേളിലുള്ള ഒരു ലെയർ ഫ്ലാപ്പായി മാറ്റുകയും അത് കഴിയുമ്പോൾ ലേസർ അടിച്ച് അതിൻ്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയും നമ്മുടെ കണ്ണിൻ്റെ ടോട്ടൽ പവർ, അതായത് നമുക്ക് കറക്റ്റായിട്ട് റെറ്റിനയിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ആ പവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ആ ലാസിക് സർജറി ചെയ്ത് കഴിയുന്നതിന് നമുക്കൊരു 10 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കൂടി ഒരു അരമണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റിന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. അതുപോലെ തന്നെ അഡ്മിഷൻ ആവശ്യമുള്ളൊരു സർജറി അല്ല. പേഷ്യൻ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പതുക്കെ വീട്ടിലേക്ക് പോകാം. ലാസിക് സർജറി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡെഫിനറ്റായിട്ടും പേഷ്യൻ്റെ പവർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൃഷ്ണമണിയുടെ ഒരു സ്കാനുണ്ട്. സ്കാൻ ചെയ്ത് കൃഷ്ണമണിയുടെ ഷേപ്പും അതിൻ്റെ കട്ടിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. ഇത് കൂടാണ്ട് ഞരമ്പ് നമുക്ക് നന്നായിട്ട് പരിശോധിക്കാനുണ്ട്. നമ്മൾ ഞരമ്പിൽ എന്തെങ്കിലും ഡീജനറേഷൻസോ തോളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ലേസറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായി പരിശോധിക്കും. ഇത് കൂടാണ്ട് ചെറിയ ചെറിയ ടെസ്റ്റുകളുണ്ട്. കൃഷ്ണമണിൻ്റെ കണ്ണുനീരിൻ്റെ അളവെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്യൂപ്പിൾ സൈസ് എങ്ങനെയുണ്ട്, എന്തോരം ഉണ്ട് എന്നൊക്കെ നോക്കാനുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ പേഷ്യൻറ്റിന് നമുക്ക് സേഫായിട്ട് ലാസിക് സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ സർജറിക്ക് മുന്നേ ഇടാനുള്ള കുറച്ച് ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് ഉണ്ടാവും. കോണിയ ശരിക്കും വെറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രോപ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സർജറിക്ക് നമുക്ക് ഇത്ര നാൾ മുന്നേ തന്നെ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് കോൺടാക്ട് ലെൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കഴിയുന്നത് നേരത്തെ വന്ന് ടെസ്റ്റുകൾ ചെയ്താലേ നമുക്ക് നല്ലൊരു ഡേറ്റ് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് കഴിയുമ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർജറി കഴിയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് അധികം തല നനയ്ക്കാണ്ടും കണ്ണ് നനയ്ക്കാണ്ടും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം. കണ്ണിൽ തൊടാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ ആ ഫ്ലാപ്പ് ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാണ്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരുവിധം നോർമൽ ആക്ടിവിറ്റീസ് പലതും തന്നെ റിസ്യൂം ചെയ്യാം. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വർക്കിനൊക്കെ പോയി തുടങ്ങാം. എന്നാലും നമുക്കൊരു 1.5 മാസത്തേക്ക് ആ ഫ്ലാപ്പ് കഴിയുന്നത് ഇഞ്ചറീസ് ഒന്നും വരാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺടാക്റ്റ് ഉള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും 1.5 മാസത്തേക്കെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ലാസിക് സർജറി പൊതുവേ നമ്മൾ ഒരു കുട്ടിയുടെ വളർച്ച കഴിയുന്ന സ്റ്റേജിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മളൊരു കുട്ടിയുടെ വളരുന്ന പ്രായത്തിൽ ആ കുട്ടിയുടെ കണ്ണിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് മൈനസ് പവറുള്ള കുട്ടികൾക്ക് ആ കണ്ണിൻ്റെ സൈസ് കൂടാൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ ലെങ്ത്ത് കൂടി വരാനുള്ള ഒരു ടെൻഡൻസി പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വളർച്ച കഴിഞ്ഞൊരു 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലാസിക് സർജറി പ്ലാൻ ചെയ്യാൻ. അതിന് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ ഈ പവർ പിന്നീടും തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക് നമുക്ക് ലാസിക് സർജറി ചെയ്യാൻ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഈ ഏജിൻ്റെ ഇടയ്ക്ക് ലാസിക് സർജറി ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ 40 വയസ്സ് കഴിയുമ്പോൾ ലാസിക് സർജറി ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിൽ കൂടെയും നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ വെള്ളയെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ എന്നുള്ള കണ്ടീഷൻ വരും. അത് വരുമ്പോൾ നമുക്ക്
അടുത്തുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട് കണ്ണാടി ഉപയോഗിക്കണം. ഇതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ണാടി ഇല്ലാത്ത ഒരു ലൈഫാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കിട്ടാൻ നമ്മളൊരു 20 വയസ്സിനും 30 വയസ്സിൻ്റെ ഇടയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ടൈം കണ്ണാടി ഇല്ലാണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കഴിയുന്നത് നേരത്തെ അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. 40 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ 40 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ലെൻസിനും ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 45 വയസ്സ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് കാറ്ററാക്ട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ലെൻസിൻ്റെ ചേഞ്ചസ് കാരണം തന്നെ കുറച്ച് പവർ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും 45 വയസ്സ് കഴിഞ്ഞിട്ട് ലാസിക് സർജറി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ അത് കഴിഞ്ഞുള്ളവർക്ക് റിഫ്രാക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ, കണ്ണാടി മാറ്റണം എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ചിലതുണ്ടാവാം. അത് ആ പേഷ്യൻറ്റിനനുസരിച്ച് നമുക്കത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്.